ഹലോ, അപ്പോൾ ഇന്ന് മുതൽ സുന്ദരനഗർ നമ്മളുടെ സർജറി പോസ്റ്റിംഗ് ആയിരുന്നു. സർജറി ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ആദ്യം PGക്ക് സർജറി ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പം മൈൻഡ് സെറ്റ് ഒന്നുമില്ല. എന്നിരുന്നാലും സർജറി ചെയ്യാന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡോക്ടർ എന്നുള്ള ഒരു ഫീലോട് ചെയ്യുന്ന സർജറിയിലാണ്. അങ്ങനെ രാവിലെ പോയി റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് നഴ്സ് കുട്ടികളെ നമ്മുടെ അടുത്ത് മരുന്ന് എഴുതിപ്പിക്കാനും ടെസ്റ്റ് ചെയ്തിപ്പിക്കാനൊക്കെ വന്നിരുന്നു. നമുക്ക് നഴ്സ് കുട്ടികളെ മുന്നിൽ മെയിൻ ആവാൻ കിട്ടുന്ന അവസരമാണ്. നമ്മൾ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് മരുന്നൊക്കെ എഴുതി കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ OPDയിലായിരുന്നു. OPDയിൽ ഫസ്റ്റ് ഒരു അബ്സസിൻ്റെ കേസായിരുന്നു വന്നത്. അഥവാ ആൾ വീണിട്ട് ഒരു മുറി പറ്റി, മുറി കെയർ ഒന്നും ചെയ്യാണ്ട് ഇൻഫെക്ഷനായി. നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് നെക്രോസിസ് ആയിരുന്നു. അപ്പം സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മളവിടെ നല്ലോണം ക്ലീൻ ആക്കി ബിറ്റാഡിൻ ചെയ്തിട്ട് ഒന്ന് ഡ്രസ്സിങ് ചെയ്ത് കൊടുക്കണം. സർജറിയിൽ BP നോക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. എന്നാലും ഇടയ്ക്ക് ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ള പേഷ്യൻസ് വരും. അവിടെ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഫുഡ് കൊടുക്കുന്നവരുണ്ടായിരുന്നു. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് വന്നത് കോണായിരുന്നു. കോൺ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ഫ്രിക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ട്രോമ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു സ്കിൻ ലീഷനാണ്. അപ്പോൾ നമ്മളത് നൈസായിട്ട് റിമൂവ് ചെയ്തെടുക്കണം. അങ്ങനെ അതൊക്കെ റിമൂവ് ചെയ്തെടുത്ത് ആൾക്ക് അത് ഡീപ്പായിട്ടാണ് ഉണ്ടാവുക. സോ നമ്മൾ ഡീപ്പായിട്ട് ഇൻസിഷൻ കൊടുത്ത് അതൊന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ അതൊക്കെ ചെയ്ത് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. ലഞ്ച് ബ്രേക്കിന് മെയിനായിട്ട് അവിടെ വെജ് ഫുഡാണ്, രാജ്മ ചാവൽ അങ്ങനത്തെ ഓരോ സാധനം. നമുക്ക് മെയിനായിട്ട് അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ നേരെ പുറത്ത് പോയിട്ട് ഒരു കരിമ്പിൻ്റെ ജ്യൂസും പിന്നെ ഒരു ആലു ടിക്കി ആയിരുന്നു കഴിച്ചിരുന്നത്. നമ്മളൊപ്പരുള്ളത് ഡോക്ടർ മോഹിത് ആയിരുന്നു. ആൾ ചൈനയിൽ നിന്നൊക്കെ MBBS ചെയ്ത് വന്നിട്ട് ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ എന്താണ് ഈ ആലു ടിക്കി എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ബർഗറിൻ്റെ പോലെ നിന്നിട്ട് ആലു ടിക്കി എന്ന് പറഞ്ഞാൽ ആലുവിൻ്റെ ഒരു പാറ്റി ഉണ്ടാക്കും. എന്നിട്ട് അതും കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്ന ഒരു സെയിം ലൈക്ക് ബർഗർ തന്നെയാണ്. പക്ഷെ അത് കഴിക്കുന്നത് ഒരു സ്പൂണും കൂടി നമ്മളെ കയ്യിൽ തരും. എന്നിട്ട് അത് വേണമെങ്കിൽ കോരി കഴിക്കാം, അല്ലെങ്കിൽ ബർഗർ കഴിക്കുന്ന പോലെ കടിച്ചു പറിച്ചിട്ട് ഞം കഴിക്കാം. അത് കഴിഞ്ഞ് പിന്നെ OPDയിൽ പോയി. OPDയിൽ സേർ വരാത്തതുകൊണ്ട് അവിടെയുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരാൾ നീരി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ നൈസായിട്ട് അവിടെ നിന്ന് പൊക്കി. നാട്ടിലുള്ള നമ്മളെ സബ്സ്ക്രൈബർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മരുന്ന്, വില കൂടിയ മരുന്നാണ്, വാങ്ങാനുള്ള പൈസയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ. മരുന്നും കാര്യങ്ങളൊക്കെ നാട്ടിൽ എത്തിച്ച് തരാം. നമ്മളെ കൊണ്ട് വലിയ വലിയ ഗിവ് അവേസ് ഒന്നും തരാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ മെഡിസിൻ ഏത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളി. അത് കഴിഞ്ഞ് OPDയിൽ പേഷ്യൻസ് വരാൻ തുടങ്ങി. ഇപ്പം നിങ്ങൾ കാണുന്ന എക്സ്റേയിൽ റീനൽ കാൽക്കുലയാണ്. നിങ്ങൾ റൗണ്ട് ചെയ്ത ഭാഗത്ത് കാണാൻ പറ്റും. ഇപ്പോൾ ഈ വിരലിലുള്ളത് എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയതൊരു മേളക്കായിരുന്നു. അവിടെ മേള നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്. ഇപ്പോൾ മേളകൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിലും ബോംബെയിലൊക്കെ ഡ്രസ്സ് കൊടുക്കുന്ന പോലെ മേളകളിൽ വിലക്കുറവിൽ ഫസ്റ്റ് കോപ്പി ഡ്രസ്സൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് ദാഹിച്ചപ്പോൾ ഒരു വെള്ളം കുടിച്ച്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ഗെയിമാണ്. ഗെയിം പറഞ്ഞാൽ പൈസ വെച്ചിട്ടുള്ള ചൂതാട്ടാണ്. നൈസായിട്ട് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അവർ നൈസായിട്ട് പൊക്കി. പിന്നെ അവിടെ നിൽക്കുന്ന പന്തികേടല്ലാത്തതുകൊണ്ട് നേരെ തിരിച്ചു പോകുന്നത് ബസ്സിലായിരുന്നു. കാരണം ഈവനിങ്ങിൽ വണ്ടി ഉണ്ടാവാറില്ല, ഗവൺമെൻറ് വണ്ടി. രാവിലെ അവർ കൊണ്ടാക്കി തരും. ഈവനിങ്ങിൽ പല ടൈമിലായിരിക്കും നമ്മൾ ഫ്രീ ആവുന്നത്. നാട്ടിലത്തെ KSRTC യാത്ര പോലെയാണ് ഇവിടുത്തെ HRTC യാത്ര. അത് വേറൊരു ഫീലാണ്. ബ്രിഡ്ജിന് താഴെയായിട്ട് കുറേ നാടോടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റൂമിലെത്തിയപ്പോൾ പിന്നെ വിശന്നപ്പോൾ ഒരു മോമോസ് വാങ്ങി അത് കഴിച്ച്. രാത്രി ആയപ്പോൾ റാബിക്കുട്ടൻ്റെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇന്നും റാബിയുടെ വക ചിക്കൻ കറിയാണ്. തെറ്റാണോടൊക്കെ നീറ്റ് കിട്ടിയാൽ എന്താവാം, നല്ലൊരു ഷെഫ് ആവാമെന്നാണ് ഡോക്ടർ റാബി തെളിയിച്ചിരിക്കുന്നത്. എല്ലാവരുടെ കൂട്ടാ ചിക്കൻ എങ്ങനെയുണ്ട്? റാബിൻ്റെ ചിക്കൻ കറി പൊളി. ഒരു വട്ടെങ്കിലും കഴിക്കണം. റാബി MBBS വിട്ടിട്ട് ഷെഫ് ആവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂട്ടാ എങ്ങണ്ടാ കറി, എങ്ങണ്ടാ സീൻ തന്നെ? നല്ല ടേസ്റ്റ് ഉണ്ട്.